കൃഷ്ണ. ഗുരുവായൂര് ക്ഷേത്രനട തുറന്ന സമയത്ത് ഉത്സവത്തിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും. ഉത്സവകാലത്തെ പ്രത്യേക ഭാവമാണ് ഇന്ന് ഉച്ചപൂജയ്ക്ക്. ഗുരുവായൂരപ്പൻ ഇന്ന് പൊന്നുണ്ണി കണ്ണനായിട്ട് സ്വർണ്ണ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടി തിമർക്കുകയാണ്. ഉത്സവം തുടങ്ങിയതിൻ്റെ എല്ലാ സന്തോഷവും ഭഗവാന്റെ പുഞ്ചിരി തൂകുന്ന മുഖത്ത് കാണാനുണ്ട്. ശ്രീകോവിലില് സ്വർണ്ണ നിർമ്മിതമായ ഊഞ്ഞാലിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. 2 കൈകളും കൊണ്ട് ഊഞ്ഞാലിൻ്റെ വള്ളിയിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഉണ്ണി. 2 കാലുകളും തൂക്കിയിട്ടിട്ട് ഊഞ്ഞാലാടുകയാണ്. ആ ഒരു രൂപം ഉണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ ഭയങ്കര കൗതുകമുള്ളൊരു ഭാവമാണ്. അതേപോലെ തന്നെ ഭക്തി നിറയ്ക്കണ ഭാവമാണ്. ഉണ്ണി പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരയിലിങ്ങനെ ഓടക്കുഴൽ തിരുകി വെച്ചിട്ടുണ്ട്. 2 കൈ കൊണ്ടും വള്ളിയിൽ പിടിക്കണമല്ലോ, അപ്പോൾ ഓടക്കുഴലെടുത്തിട്ട് അരയിൽ തിരുകി വെച്ചിരിക്കുകയാണ്. കാലുകളിൽ വീതിയുള്ള കട്ടിയുള്ള പൊൻതളകൾ അണിഞ്ഞിട്ടുണ്ട്. കാലിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ പൊൻതളകളുള്ള കുഞ്ഞിക്കാലിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അരഞ്ഞാണത്തിനോട് ചേർന്ന് കിടക്കുന്ന കിങ്ങിണികളിൽ നിന്ന് സ്വർണത്തിൻ്റെ വലയങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. കഴുത്തിൽ മുല്ലമൊട്ടുമാലയും പതക്കം പോലുള്ളൊരു മാലയും ചേർന്നിങ്ങനെ ആ കണ്ഠത്തിന് ശോഭ കൂട്ടുകയാണ്. ഇന്ന് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ സച്ചിദാനന്ദ കട്ടയായിട്ടിരിക്കുകയാണ്. ഈ അലങ്കാരത്തിൽ ഭക്തർക്ക് ആനന്ദം നൽകാനും അവരെ അനുഗ്രഹിക്കാനും തയ്യാറായിരിക്കുന്ന ഭാവമാണ് സച്ചിദാനന്ദൻ. ഭഗവാൻ തൂക്കിയിട്ടിരിക്കുന്ന തൃപ്പാദങ്ങൾ ഭക്തർക്ക് ശരണാഗതിയുടെ പ്രതീകമാണ്. ആ തൃപ്പാദങ്ങളിൽ വീണ് വണങ്ങുമ്പോൾ മനസ്സിലെ ഭാരങ്ങളെല്ലാം നമുക്ക് ഇറക്കി വയ്ക്കാൻ സാധിക്കും. ഉത്സവത്തിൻ്റെ ആനന്ദത്തിൽ ഭഗവാൻ പൊഴിക്കുന്ന പുഞ്ചിരി ഭക്തർക്ക് ആത്മീയ ശാന്തി നൽകുകയാണ്. ഈ ഊഞ്ഞാലാട്ടം എന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഭാവനാരൂപമായ ഒരു ഒത്തുചേരലാണ്. ഭഗവാൻ ഭക്തൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ആനന്ദത്തോടെ ആടണു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ഓരോ ആഭരണവും ഓരോ ഗുണങ്ങളെയാണ് കാണിക്കുന്നത്. ഓടക്കുഴൽ പ്രപഞ്ചത്തിൻ്റെ നാദബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാന്റെ പുഞ്ചിരിയാണെങ്കിലോ ഭക്തർക്ക് അഭയവും ആശ്വാസവും നൽകുന്നതാണ്. സച്ചിദാനന്ദ രൂപനായ ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നു എന്നാണ്. തിരുമുടിയിലായിട്ടും കഴുത്തിലായിട്ടും മാലകൾ ചാർത്തിനു. തെച്ചിപ്പൂവ്, തുളസി, വെളുത്ത നന്ദ്യാർവട്ടം കൊണ്ട് ഉണ്ടാക്കിയ മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. നെറ്റിയിൽ സ്വർണ്ണഗോപിയുണ്ട്. കളഭത്തിൽ തീർത്ത പീലി അലങ്കാരവും ഭഗവാന്റെ തിരുമുടിയിലുണ്ട്. ഈ ഊഞ്ഞാലാടുന്ന കണ്ണനെ കണ്ട് മനസ്സിലേക്ക് അങ്ങോട്ട് പ്രതിഷ്ഠിച്ചിട്ട് എല്ലാവർക്കും നാമം ജപിക്കാം. നാരായണ 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 എന്ന് ജപിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള അനുഭൂതി നമുക്കിങ്ങനെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉറക്കെ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.